ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായി വിചാരിച്ച വച്ചിച്ച പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, കുട്ടുങ്കൽ കുടുംബാംഗങ്ങളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അറക്കുളം സെൻറ് മേരീസ് പള്ളിയിൽ ഇന്ന് ഇടവകക്കാർ എല്ലാവരും ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ നോക്കി പാർത്തിരുന്ന കുട്ടുങ്കൽ കുര്യാക്കോസ് ജസ്റ്റിൻ്റെ പൗരോഹിത്യ അഭിഷേക മണിക്കൂറുകളിലാണ് നമ്മൾ. വലിയൊരു അനുഗ്രഹമാണിത്. അറക്കുളം നമ്മുടെ രൂപതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പുരാതനമായ ക്രിസ്തീയ പൈതൃകത്തെ സംരക്ഷിക്കുന്ന വലിയൊരു തറവാട്. വിദ്യാസമ്പന്നരായ ആളുകളുമുണ്ട്. നല്ല പള്ളിയും നല്ല പള്ളിക്കൂടവും ശുശ്രൂഷകൾക്ക് മുമ്പിൽ നിൽക്കുന്ന മഠവും എല്ലാം ഈ അറക്കുളത്തിൻ്റെ വലിയ പ്രത്യേകതകളാണ്. ഇവിടെ നമ്മൾ അനേകം തവണ ഒന്നിച്ച് കാണുകയും കൂടുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. എനിക്കും സാമാന്യം സുപരിചിതമായ ഒരു സ്ഥലമാണിത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ തിരുക്കർമ്മത്തിൽ ഞാനും പങ്കെടുക്കുന്നത്. നമ്മളുടെ ശമാശൻ മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക പരിശീലനം നേടി നല്ല മികവോടുകൂടി അവിടെ നിന്ന് പുറത്തു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പഠനകാലം അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും വളരെ താല്പര്യമായിരുന്നുവെന്ന് എനിക്ക് രേഖാമൂലവും നേരിട്ടും കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശമാശൻ്റെ മാതാപിതാക്കളെ ജോസഫിനെയും ഷേർലിയെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനയും കാത്തിരിപ്പുമാണ് ഇന്ന് ഇതുപോലെ നമുക്ക് ഈ ദേവാലയത്തിൽ ഒന്നിക്കാനായിട്ട് സാധിച്ചത്. ശമാശൻ്റെ വല്യമ്മച്ചിമാരും രണ്ടുപേരും വല്യപ്പനും ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചും ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണിത്. നമ്മുടെ ശുശ്രൂഷകളിൽ മുഖ്യമായിട്ട് സഹായിക്കുന്നവർ ഒന്ന് ശമാശൻ്റെ സ്വന്തം സഹോദരൻ സെബാസ്റ്റ്യൻ അച്ഛൻ തന്നെയാണ്. മറ്റൊന്ന് മംഗലപ്പുഴ സെമിനാരിയിലെ പ്രൊഫസർ മാത്യു അമ്പഴത്തുങ്കൽ അച്ഛനാണ്. അങ്ങനെ സ്വന്തക്കാരുടെയും അധ്യാപകരുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് ശമാശൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. അദ്ദേഹം നല്ല വിദ്യാസമ്പന്നനായ വ്യക്തിയാണ്. വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബിടെക് പാസ്സായിട്ടാണ് അദ്ദേഹം സെമിനാരിയിൽ വരുന്നത്. അതിനുശേഷം ഈ ബിടെക് കരസ്ഥമാക്കി അദ്ദേഹം വെട്ടൂർ കൺസ്ട്രക്ഷൻ്റെ സൈറ്റ് എഞ്ചിനീയറായിട്ട് ശുശ്രൂഷ ചെയ്തു. ആ നാളുകളിലൊക്കെ സെമിനാരിയിൽ അദ്ദേഹം ചേരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ആ മേഖലയിലുള്ള പരിചയവും വെട്ടൂർ കൺസ്ട്രക്ഷനിൽ നിന്ന് നേരിട്ട് കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മംഗലപ്പുഴ സെമിനാരിയിൽ അദ്ദേഹം ജനറൽ പ്രീഫെക്റ്റായിരുന്നു. നല്ല ഉന്നതമായ നിലവാരമുള്ള മാർക്ക് കരസ്ഥമാക്കി. നല്ല മിഷൻ ചൈതന്യമുള്ള കുട്ടിയാണ്. സഭയുടെ ചരിത്രത്തോടും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ പാരമ്പര്യത്തോടും നല്ല അറിവും മതിപ്പും കൂടുതലായിട്ട് അതിൽ പഠിക്കണമെന്നുള്ള തീവ്രമായ സ്വാഭാവിക ആഗ്രഹവുമുള്ള ഒരു വ്യക്തിയാണ്. കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. നല്ല ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു. ഞാൻ ആലുവ സെമിനാരിയുടെ കമ്മീഷൻ മെമ്പറായിട്ട് ഇവിടെ സെമിനാരിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നപ്പോഴൊക്കെ ശമാശൻ്റെ ജസ്റ്റിൻ്റെ നല്ല ഇടപെടലുകളും അവരുടെ സെമിനാരിക്കാരുടെ താല്പര്യവും എല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കൂടുതൽ സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ നല്ല ഒരു ശമാശനെ എല്ലാ തലങ്ങളിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിയെ നമ്മുടെ രൂപതയ്ക്ക്
വൈദിക സമൂഹത്തിലേക്ക് ഈശോ നൽകുന്നു എന്ന ആ ഒരു വലിയ സന്തോഷത്തിലാണ് നമ്മൾ. ബഹുമാനപ്പെട്ട വികാരിച്ചനും കൊച്ചച്ഛനും വലിയ താല്പര്യം ഇതിലെടുത്തിരുന്നു. വികാരിച്ചൻ മിനിങ്ങാന്നും എൻ്റെ അടുത്തൊരു പതാകേന്ദ്രത്തിൽ വന്നിരുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് എല്ലാം ഞാൻ സന്തോഷമായിട്ട് ഓർക്കുകയും കർത്താവിനോട് അവിടുത്തെ കൃപ അയച്ച് ഈ ദാസനെ ഈശോയുടെ നല്ലൊരു പുരോഹിതനായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ജീവിതത്തിൽ അതെല്ലാം പ്രാവർത്തികമാക്കണമെന്നുള്ള ആ ഒരു സന്തോഷകരമായ ചിന്ത കൂട്ടത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ് ജസ്റ്റിന്. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യവുമായിരുന്നു. നമ്മുടെ തിരുപ്പട്ട ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് 2-ാം കാനോന. അങ്ങയുടെ അമൂല്യ വരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഈ ദാസൻ്റെ മേൽ അനുഗ്രഹവും കൃപയും ചൊരിയണമേ എന്ന്. പുരോഹിതൻ്റെ കരങ്ങളിൽ കർത്താവ് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നു എന്നത് സഭയുടെ പൈതൃകമാണ്, പാരമ്പര്യമാണ്. പുരോഹിതൻ ഓരോ പ്രാവശ്യവും അതിൽ ജീവിക്കുവാനായിട്ട് ആ കൈകൾ ഈശോയുടെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് ബോധ്യപ്പെടണം. പുരോഹിതൻ ആശീർവദിക്കുന്ന ഏതു വസ്തുവും വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് നമുക്കറിയാമല്ലോ. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം സഭയുടെ നാമത്തിൽ പറയുമ്പോൾ പാപങ്ങളെല്ലാം ദൈവം മോചിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ കൃപാവരങ്ങളിൽ നിറയുവാനും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ എന്ന്. അതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കരങ്ങളിൽ നൽകണമേ എന്നും ഞങ്ങളത് വിശ്വാസികൾക്ക് പങ്കിടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും. ഒരാളെ കർത്താവ് പുരോഹിതനായി അഭിഷേകം ചെയ്യുന്നത് തൻ്റെ അമൂല്യ വരങ്ങൾ അയാളുടെ കരങ്ങളിൽ നിറച്ച് നൽകി അത് വിശ്വാസികളിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പൗരോഹിത്യ സ്വീകരണത്തിലൂടെ ഒരു വ്യക്തിയുടെ കരങ്ങൾ ആധ്യാത്മിക വരങ്ങളുടെ ദാതാവിൽ നിന്ന് കൃപകൾ ഉൾക്കൊള്ളാൻ പ്രാപ്തമായി മാറുകയാണ്. ഓരോ കുർബാനയിലും പുരോഹിതൻ തൻ്റെ കരങ്ങളിൽ ആ വരങ്ങൾ ഇനിയും നിറയ്ക്കേണ്ടതുണ്ട്. ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ലാതെ നിരന്തരമായിട്ട് ആ കൃപ വൈദികൻ്റെ കരങ്ങളിൽ ലഭിക്കുമ്പോഴാണ് അദ്ദേഹം നൽകുന്ന ആശീർവാദത്തിനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കും എല്ലാം എപ്പോഴും നല്ല ഗുണമേന്മയുള്ള രീതിയിൽ കേൾക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അനുഭവപ്പെടുന്നത്. 2 തിമോത്തി 1:6 എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും നീ ഉജ്ജ്വലിപ്പിക്കണം. ആ ഉജ്ജ്വലനം നടക്കേണ്ടത് അനുദിന കുർബാനയിൽ, യാമപ്രാർത്ഥനയിൽ, സ്വന്തം നമസ്കാരത്തിൽ, വചനപ്രഘോഷണങ്ങളിൽ, ജനങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞവരെ പഠിപ്പിക്കുമ്പോൾ, കാറ്റക്കേസിസിൽ, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളിലൂടെയാണ് ആ ഉജ്ജ്വലനം നടക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഇന്ന് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും അദ്ദേഹത്തിൻ്റെ കരങ്ങളിലും സമൃദ്ധമായിട്ട് ലഭിക്കുവാനായിട്ട് തിരുസഭ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സമർപ്പിക്കുകയാണ്. അത്യപൂർവമായ ഒരു നിമിഷമാണിത്. കർത്താവിൻ്റെ അനുഗ്രഹത്തോട് ചേർന്ന് ഈ സമൂഹം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കൃപ ശമാശന് ലഭിക്കുന്നത്. ഈശോയുടെ പുരോഹിതനായിട്ട് അദ്ദേഹം മാറുന്നത്. 2 നിമിഷങ്ങൾ ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തെക്കുറിച്ചുകൂടെ ഈശോയോട് പുറത്തുനിന്ന് ആളുകൾ വന്ന് അമ്മയും സഹോദരരും പുറത്തു നിൽപ്പുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഓരോ പുരോഹിതനും കൂടുതൽ കൃപ നൽകുന്നതാണ്. ചുറ്റുമുണ്ടായിരുന്നവരെ നോക്കി അവരുടെ നേരെ കൈ ചൂണ്ടി കർത്താവ് പറഞ്ഞു, ഇവരാണ് എൻ്റെ അമ്മയും
എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും. അതായത് ദൈവവചനത്തിന് ചുറ്റും ആര് ഇരിക്കുന്നുവോ അവർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് ഈശോയുടെ അമ്മയും സഹോദരങ്ങളുമായിട്ട് മാറുക എന്നത്. കർത്താവ് ഉപദേശിച്ച ആ കാര്യം പലപ്പോഴും വേണ്ട രീതിയിൽ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഈശോയുടെ സഹോദരന്മാർ എന്നുള്ള ഒരു ചിന്ത കർത്താവ് ജീവിച്ച സ്ഥലത്തും കാലത്തും വളരെയേറെ ഉണ്ടായിരുന്നു. ഈ നസ്രായൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യം. ഫ്ലാവിയൂസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു പദമെടുത്ത് അദെൽഫോസ് എന്ന ഗ്രീക്ക് വാക്കാണ്. ബ്ലഡ് ബ്രദേഴ്സ്, രക്തബന്ധമുള്ള ആളുകൾ, അത് ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും പെങ്ങളാണെങ്കിലും ബ്ലഡ് ബ്രദേഴ്സ് എന്നുള്ള രക്തബന്ധമുള്ളവരെ സൂചിപ്പിക്കാനാണ് അദെൽഫോസ് എന്ന ഗ്രീക്ക് വാക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതും അത് അർത്ഥമാക്കുന്നതും. എന്നാൽ ഇത്തരം വാക്കുകൾക്ക് ഈശോയുടെ കാലത്ത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥമുണ്ടായിരുന്നു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള്, ആങ്ങള പെങ്ങളമാരുടെ മക്കള്, ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കള്, അവരെയും സഹോദരങ്ങൾ എന്ന് വിളിച്ചിരുന്നു. അത്രമാത്രം അടുപ്പമാണല്ലോ അമ്മ വഴിയും അപ്പൻ വഴിയുമുള്ള ബന്ധമെന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം ബ്ലഡ് റിലേറ്റീവ്സിനെ, ആ റിലേഷൻസ് മാത്രമല്ല അദെൽഫോസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ തരത്തിലുള്ള ഫസ്റ്റ് കസിൻസ് എന്ന ലേബലിൽ നിൽക്കുന്ന എല്ലാവരെയും ഈ പദം കൊണ്ട് ഉപയോഗിക്കുന്നതായിട്ട് ഈശോയുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അബ്രാഹം തൻ്റെ നെവ്യൂ ആയിരുന്ന ലോത്തിനെ ബ്രദർ, സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അബ്രാഹത്തിൻ്റെ സ്വന്തം സഹോദരൻ അല്ലല്ലോ, സഹോദര പുത്രനാണ്, നെവ്യൂ ആണ്. എങ്കിലും ഉൽപ്പത്തി 13:8 സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലാബാന് തൻ്റെ മരുമകനാകാൻ പോകുന്ന നെവ്യൂ ആയിട്ടുള്ള യാക്കോബിനെയും സഹോദരൻ എന്ന് വിളിക്കുന്നു. ലാബാൻ്റെ സഹോദരി പുത്രനാണല്ലോ യാക്കോബ്. എങ്കിലും സഹോദരൻ അദെൽഫോസ് എന്ന ആ പദത്തിൻ്റെ ഗ്രീക്ക് പദവും അതിനോട് തുല്യമായ എബ്രായ പദവും ആഹ എന്ന എബ്രായ പദത്തിനും ഈ വിശാലമായ അർത്ഥമാണുള്ളത്. അത് ഈശോയുടെ കാലത്ത് പൊതുവെ ചരിത്രകാരന്മാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഒപ്പം തന്നെ കസിൻസിനെ സൂചിപ്പിക്കാനായിട്ട് അനെപ്സിയോസ് എന്ന വാക്കും ഗ്രീക്കിൽ അന്ന് വളരെ എളുപ്പത്തിൽ എല്ലാവരും അറിയാൻ വേണ്ടി ഉപയോഗത്തിലുണ്ടായിരുന്നു. അനെപ്സിയോസ്. ആ ഒരു പശ്ചാത്തലം കൂടെ നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ജെയിംസിൻ്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ജെയിംസ് എന്ന ഒരു പുരാതന അപ്പോക്രിഫൽ സുവിശേഷമുണ്ട്. നമ്മുടെ 4 സുവിശേഷങ്ങൾക്ക് പുറമേയുള്ള ഒരു സുവിശേഷമാണ്. അതിൽ യൗസേപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ജോസഫ് മാരേജ് ടു മേരി. ആ സമയത്ത് ജോസഫ് കൺഫെസസ്, ഐ ഹാവ് ചിൽഡ്രൻ ആൻഡ് ഐ ആം ഓൾഡ്. ആ സുവിശേഷത്തിൽ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മക്കളുണ്ട്. പറഞ്ഞാൽ അദ്ദേഹം ഭാര്യ മരിച്ചു പോയി കാണും. എനിക്ക് മക്കളുണ്ട്, ഞാൻ വൃദ്ധനുമാണ്, ഐ ആം ഓൾഡ്. അങ്ങനെ യോസേപ്പിൻ്റെ
മക്കൾ ഉണ്ടായിരുന്നുവെന്ന് ഈ സുവിശേഷം രേഖപ്പെടുത്തുന്ന കാര്യവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് ചോദിക്കുന്നത്, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? കർത്താവ് തന്നെ അതിന് ഉത്തരം നൽകി, ദൈവവചനത്തെ സ്നേഹിക്കുകയും അതിന് ചുറ്റും ഇരിക്കുകയും ചെയ്യുന്നവർ, ദൈവവചനത്തെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും സമർത്ഥിക്കുകയും വളർത്തുകയും അതിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. ഒരു വൈദികനും അത്തരത്തിലുള്ള സഹോദര്യമാണ് ലഭിക്കുന്നത്. ഇന്ന് ശമാശൻ ആയിരുന്നപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരുന്ന ഇരിങ്ങാലക്കുടയിൽ നിന്നും മറ്റ് പള്ളികളിൽ നിന്നുമെല്ലാം ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഈ സാഹോദര്യത്തിൻ്റെ പേരിലാണ്. ബ്ലഡ് റിലേഷനേക്കാൾ അടുപ്പവും സ്നേഹവുമുള്ള കണ്ടെത്തലുകൾ അദ്ദേഹം ഇതിനോടകം ഈ പഠനകാലത്ത് തന്നെ കണ്ടെത്തിയതുകൊണ്ടാണ് അത്തരം ചേട്ടന്മാരും ചേച്ചിമാരുമെല്ലാം ആ പള്ളിയിൽ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇവിടെ ഈ അഭിഷേക കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത്. തന്നെയുമല്ല, നമ്മൾ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, മറിയത്തിൻ്റെ മക്കൾ എന്ന് ഒരിടത്തും നമ്മൾ കാണുന്നില്ല. മറിയത്തിൻ്റെ മക്കൾ എന്ന് കാണുന്നില്ല. മറിയത്തിൻ്റെ മകൻ ഈശോയായിരുന്നു. ഈശോയെ പ്രസവിച്ച മറിയത്തിന് വേറെ മക്കളിലേക്ക് ഉണ്ടാകണമെന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഒരിക്കലും കാണുകയില്ല. അതുകൊണ്ട് മറിയത്തിൻ്റെ മക്കൾ എന്ന് അപ്പോക്രിഫൽ സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നില്ല. എന്നാൽ യോസേപ്പ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് മക്കൾ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ അദെൽഫോസ് അല്ലെങ്കിൽ അദെൽഫോയി എന്നത് രക്തബന്ധക്കാരും ഹോസ്കസിൻസ് ആയിട്ടുള്ളവരും ഉറ്റ സുഹൃത്തുക്കളുമായിട്ടുള്ള ആ ഒരു വലിയ വലയം അർത്ഥമാക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുരിശിൻ ചവിട്ടിൽ വെച്ച് പ്രിയ ശിഷ്യൻ യോഹന്നാന് മാത്രമാണ് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, മറിയത്തെ ഫലമേൽപ്പിക്കുന്നത്. മറ്റാരും മറിയത്തിൻ്റെ അവകാശികളായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഈശോ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തത് യോഹന്നാനാണ്. യോഹന്നാൻ സ്വന്തം ഭവനത്തിലും സ്വന്തം ഹൃദയത്തിലും അമ്മയെ സ്വീകരിച്ചു എന്നാണ് മൂലഭാഷയിൽ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും ഈ അമ്മയുടെ ഈശോ മാത്രം മകനായിട്ടുള്ള ആ ഒരു വലിയ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന ഉത്തരം ഓരോ പുരോഹിതനും ഭാവിയിൽ കണ്ടെത്തേണ്ട വിശാലമായ ആ ഒരു സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ജീനിയാളജിയുടെ ഇന്നയാളിൽ നിന്ന് വരുന്ന മക്കൾ എന്നുള്ള ആ ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തമല്ല ഈശോ അവിടെ പറയുന്നത്. തന്നെയുമല്ല, അന്ന് ഈശോയുടെ കാലത്ത് കൂടുതൽ അസെറ്റിക്കലായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്ന പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഈ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ചിൽഡ്രൻ ഓഫ് ജോസഫ് ആൻഡ് മേരി. യോസേപ്പിൻ്റെ മറിയത്തിൻ്റെ മക്കൾ എന്ന പേരിൽ നല്ല ആധ്യാത്മിക പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന സഹോദരിമാർ അങ്ങനെയുണ്ടല്ലോ. മഠങ്ങളൊക്കെ ആരംഭകാലത്ത് വന്നതും ഇന്നും ഇതുപോലുള്ള പൈതൃകം കൊണ്ടാണ്. ഏഷ്യൻ കമ്മ്യൂണിറ്റിയൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ജൂഡയോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ചെറിയ ഗ്രൂപ്പ് യോസേപ്പിൻ്റെ മക്കൾ, യോസേപ്പിൻ്റെ സ്വന്തക്കാർ എന്നുള്ള പേരിലെല്ലാം അറിയപ്പെട്ടിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് വലിയ സഹോദര്യം. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന അഭിഷിക്തനായ ഒരു പുരോഹിതനോടും പറയുന്നത് അതാണ്. നീ പ്രഘോഷിക്കുന്ന വചനത്തിന് ചുറ്റും, നീ അർപ്പിക്കുന്ന ബലിക്ക് ചുറ്റും ആരെല്ലാം ഉണ്ടോ അവരെ നീ സ്വന്തം സഹോദരങ്ങളായിട്ട് കരുതണം. അങ്ങനെ വലിയൊരു മാതൃത്വവും വലിയൊരു
സഹോദര്യവും ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് നീ വളർത്തിയെടുക്കണമെന്നുള്ള ആ ചിന്തയാണ് ഈശോ നമുക്ക് നൽകുന്നത്. 2 തിമോത്തി 1:8 പൗലോസ് തിമോത്തിയോട് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിന് നീ ലജ്ജിക്കരുത്. ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നു, അവിടെ നിന്ന് മാറിപ്പോയി, അവിടെ നമുക്ക് മിണ്ടാൻ ധൈര്യമില്ല, അതല്ല ഒരു പുരോഹിതൻ്റെ ധർമ്മം. ജസ്റ്റിൻ ചമാച്ചൻ വലിയ തീഷ്ണമതിയായ ഒരു മിഷണറിയാണ്. ഏത് സാഹചര്യത്തിലും അദ്ദേഹം പോകാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ മേലധികാരികൾ എനിക്ക് എഴുതി തന്നിരിക്കുന്ന കാര്യമാണ്. അതാണിവിടെ പൗലോസ് തിമോത്തിയോടും പറയുന്നത്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. എനിക്കത് നാണമാണ്, എനിക്ക് പേടിയാണ്, അവിടെ ശത്രുക്കളുണ്ട്, എന്നെ അങ്ങോട്ട് വിടരുത്. അതൊന്നും അർത്ഥമുള്ള കാര്യമല്ല. ഈശോയുടെ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് ഈശോ എന്താണോ മനസ്സിൽ തോന്നിക്കുന്നത്, മേലധികാരികൾ വഴി ആവശ്യപ്പെടുന്നത്, അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു എന്ന് പൗലോസ് തിമോത്തിയോസിനെ, സഹപ്രവർത്തകനെ പഠിപ്പിക്കുകയാണ്. ഓരോ അച്ഛനും ഇതുപോലെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായിട്ട് മാറേണ്ടവരാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഈശോ പറഞ്ഞ തിരുവചനവും പൗലോസ് പറഞ്ഞ ആ കാര്യവും, നമ്മൾ തിരുപ്പട്ടത്തിൽ ആദ്യം ഞാൻ വിശദീകരിച്ച ആ കാര്യവും, കൈകൾ നിറയെ കർത്താവിൻ്റെ കൃപകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ സാഹചര്യവും നല്ല അച്ഛനായിട്ട് ഈ ജസ്റ്റിൻ മാറാനുള്ള എല്ലാ അംശങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ പഠനകാലവും ഒരു കൊല്ലം രൂപതാ കേന്ദ്രത്തിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോഴുമൊക്കെ ഞങ്ങൾക്കും ശമാശനെ വലിയ സ്നേഹമായിരുന്നു, മതിപ്പായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും നല്ല പക്വത വന്ന ഒരു കുട്ടിയെപ്പോലെ എപ്പോഴും പെരുമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കൂട്ടുങ്കൽ കുര്യാക്കോസ് നമ്മുടെ രൂപതയുടെ വൈദിക ഗണത്തിലേക്ക് ഇന്ന് ചേർക്കപ്പെടുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനെൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. വിശുദ്ധ കുര്യാക്കോസിനോടും പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അൽഫോൻസാമ്മയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.